മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. രാമന്റെ വനവാസം നിശ്ചയിക്കപ്പെട്ട ശേഷം ലക്ഷ്മണൻ ക്രോധാകുലനായിട്ട് മാറുകയാണ്. എന്തിന് ജ്യേഷ്ഠനോട് ഇങ്ങനെ കാണിച്ചു എന്ന ചോദ്യം. രാമൻ അനുജനെ അനുനയിപ്പിക്കുന്നുവെന്ന് വാൽമീകി തന്റെ രാമായണത്തിൽ അത്രമാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ സമയത്ത് എഴുത്തച്ഛന്റെ രാമായണത്തിൽ ലക്ഷ്മണോപദേശം എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ട് വായിക്കാവുന്നതാണ്. ഞാൻ തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലൈഫിൽ നമ്മൾ എവിടെയോ മലയാളത്തിൽ പഠിച്ചൊരു കാര്യമാണ്. ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. അതായത് ആ വരികൾ ഇങ്ങനെയാണ്: ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമോർക്കനി, വഗ്നിസന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം, ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചെയ്ത സ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്കനി, പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. നമ്മൾ പഠിച്ച കാര്യമാണ്, ഓർക്കുന്നുണ്ടോ? ഭ്രമിപ്പിക്കുന്ന സുഖാനുഭവങ്ങൾക്ക്, അതായത് ഭോഗങ്ങളിലെ മിന്നലിന്റെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അത് അതുപോലെ ചഞ്ചലമാണ്, അസ്ഥിരമാണ് സുഖങ്ങൾ. മേഘവിധാനത്തിലെ വിദ്യുല്ലേഖ പോലെ ചഞ്ചലമാണ് ഭോഗങ്ങളെന്ന് മൂലം. തുടർന്നും മൂലാനുസാരി തന്നെ ആശയങ്ങൾ. അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ ആവശ്യമില്ലാതെ വരുന്ന ക്രോധം എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഭാഗമാണ്. വളരെ മനോഹരമായിട്ട് എഴുത്തച്ഛനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. നമുക്ക് ലൈഫിൽ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു കമ്പാരിസൺ കൂടെയാണ് ഈ ഭാഗം എന്ന് നിസ്സംശയം പറയാം. ലക്ഷ്മണൻ ദേഷ്യപ്പെടുന്ന സമയത്തും അല്ലെങ്കിൽ ക്രോധം വരുന്ന സമയത്തും ജ്യേഷ്ഠൻ രാമൻ പറഞ്ഞു ഉപദേശിക്കുകയാണ്, ക്രോധമൊന്നും ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുകയാണ്. ഈ പാഠഭാഗം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത്രത്തോളം നമ്മുടെയൊക്കെ ലൈഫിൽ സ്വാധീനിക്കുമെന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ തന്നെ ഈ ടോപ്പിക്ക് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ച സമയത്ത് എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയതും ഈ ഒരു ശ്ലോകമാണ് കേട്ടോ. നമ്മൾ അന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നത് എവിടെയെങ്കിലും ആവശ്യം വരുമോ എന്നുള്ള കാര്യം ഇല്ല. സോ എനിക്ക് എന്റെ ലൈഫിൽ ഇന്ന് ആവശ്യം വന്നു നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളതും അത് തന്നെയാണ്. ക്രോധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും മനോഹരമായ നല്ല ഗാനങ്ങളൊക്കെ കേട്ട് ബാക്കിയുള്ള സമയം അടിച്ചു പൊളിച്ച് മുന്നേക്ക് പോവാം. ലൈഫിൽ എപ്പോഴും ഒരുപാട് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഒരുപാട് ഓർമ്മകൾ മാത്രം കൂട്ടിനുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമ്മൾ വീണ്ടും കേട്ടുമുട്ടും മറ്റു മനോഹരമായ ടോപ്പിക്കുമായിട്ട്. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈം UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.